Hello viewers, Assalamualaikum, Namaskaram. ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ, അത് പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണുന്നുണ്ടാവും. അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കസ്ക റൈസ് ആണ്, അതല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാം. കസ്ക റൈസ് എന്ന് പറയുന്നത് നെയ്യും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി വെക്കുന്ന ബസ്മതി റൈസോ അതല്ലെങ്കിൽ കൈമ റൈസോ, അങ്ങനെ നമ്മൾ ഏത് റൈസ് വെച്ചിട്ടാണോ ബിരിയാണി വെക്കുന്നത് അതുപോലുള്ള റൈസും പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസും കൊണ്ട് ചേർത്തുണ്ടാകുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൈസാണ് കസ്ക റൈസ്. യൂഷ്വലി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണിത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ മട്ടനോ എഗ്ഗോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും കറികളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കൊരു സാലഡോ അതല്ലെങ്കിൽ ഒരു റൈറ്റയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള റൈസാണ്. ഇത് സൗത്ത് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റൈസാണ് ഈ കസ്ക റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബാംഗ്ലൂർ അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗത്തു കൂടെയൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണിത്. അപ്പോൾ ഇത് എസ്പെഷ്യലി ബാച്ചിലേഴ്സിന് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ചിക്കനും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബസ്മതി റൈസും അതുപോലെ തന്നെ ബാക്കി തക്കാളി അതുപോലെ സവാള സംഭവങ്ങളൊക്കെ എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ സ്പൈസസും ഉണ്ടാവും, മസാല പൗഡറും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണി അതല്ലെങ്കിൽ കസ്ക റൈസ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം. ഇത് നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ കുക്കറില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ ഞാൻ മിൽമയുടെ പ്യുവറായിട്ടുള്ള ഗീ ആണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മറ്റേതെങ്കിലും ഗീ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓവറോൾ ഈ ഒരു റൈസിലേക്കുള്ള നെയ്യും ഓയിലുമാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നെയ്യൊന്നും ചേർക്കില്ല. പിന്നെ നമുക്ക് ബേ ലീഫ് ചേർക്കണം, അതായത് പട്ടയുടെ ഇലയിനെയാണ് ബേ ലീഫ് എന്ന് പറയുന്നത്. അതുപോലെ 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പ് ഒരു 4 എണ്ണം, ഇത്രയും ചേർത്തിട്ട് ഇതാണ് നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ ഫെനൽ സീഡ്സ്, അതായത് നമ്മൾ വലിയ ജീരകമല്ലേ, പെരുംജീരകം എന്നൊക്കെ പറയില്ല, അത് ചേർക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ക്യുമിൻ സീഡ്സ് ചേർക്കാം, ജീരകം അത് ചേർക്കാം. ആ 2 ജീരകത്തിൽ ഏതിൻ്റെ ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഫെനൽ സീഡ്സ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസായിട്ടുള്ള സവാള വളരെ കനം കുറഞ്ഞ് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് എടുത്തുള്ളതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്രത്തോളം റൈസ് അരി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമുക്കിതിലേക്കുള്ള മസാലയും വേണ്ടത്. ഞാൻ 2.25 കപ്പ് അരിയാണ് അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ എല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. സവാള അരിയുമ്പം നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ അരിയാ കേട്ടോ. അതല്ലെങ്കിൽ കട്ടി കൂടി കഴിഞ്ഞാൽ സവാള നമ്മൾ എത്ര വഴറ്റി കഴിഞ്ഞാലും അത് നമുക്ക് കടിക്കും റൈസിൽ, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കനം കുഴഞ്ഞ് കിടക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇഞ്ചി നമ്മുടെ ചെറിയ വെല്ലിൻ്റെ ഒരു പകുതിയോളം വലുപ്പത്തിലുള്ള ഇഞ്ചി എടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 5 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളിക്ക് ഫ്ലേവർ ഒന്നും ഇല്ലല്ലോ വല്ലാണ്ട്, അതുകൊണ്ട്. പിന്നെ 2 പച്ചമുളകും, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ചെടുത്താൽ മതി കേട്ടോ, പേസ്റ്റ് ആക്കണ്ട, നന്നായിട്ട് തന്നെ ചതച്ചിട്ട് എടുത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. അപ്പോൾ ബിരിയാണി മസാല നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവറൊക്കെ ഇഷ്ടമാണോ അതുപോലെ തന്നെ എരിവ് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ എന്തായാലും ഒരു 1 മുതൽ 1.5 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്തിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടി, അതും ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർക്കാം. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പച്ചമുളക് എത്രത്തോളം എരിവുണ്ടോ അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ്, അതിനനുസരിച്ചിട്ട് ചേർക്കാം കുരുമുളകിൻ്റെ പൊടി. എക്സ്ട്രാ നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഒന്നും ഇനി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു ബിരിയാണി മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, എങ്കിൽ പോലും നമുക്കൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല സൈസുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടോ, നമ്മൾ ഓവറോൾ ആ റൈസിലേക്കുള്ളതല്ലേ.
അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം കുറച്ച് സൈസുള്ള വലിയ തക്കാളി എടുത്ത് അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈര്, അതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ പുളിയുള്ള തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മളിതിലേക്ക് ലൈം ജ്യൂസ് ചേർക്കുമ്പം അതൊന്ന് ബാലൻസ്ഡ് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് തൈര് ചേർക്കാം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പുളി ആ ടേസ്റ്റ് അനുസരിച്ചിട്ട്, എല്ലാം നമ്മുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് ആസ്വദിച്ചിട്ട്, എന്താണെങ്കിലും അത് ആസ്വദിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീഫ് ചേർക്കാം കേട്ടോ. നമ്മുടെ പുതിനയില ഉണ്ടല്ലോ അത് ചേർക്കാം. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രം ചേർത്തിട്ടുള്ളൂ. ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ അരി അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. അതേ കപ്പിന് തന്നെ വെള്ളം എടുക്കണം. ഇതിപ്പോൾ ഒരു 240 ml കപ്പാണ്. ഇതിന് ഞാൻ 2.25 കപ്പ് റൈസാണ് അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു കപ്പിന് 2 കപ്പ് കേട്ടോ വെള്ളം. നമ്മൾ കുക്കറിലല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എടുക്കണം. അത് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു 2.25 കപ്പിന് 2 കപ്പിന് 4 കപ്പ് വെള്ളം വേണം. എന്നിട്ട് പിന്നെ ആ ഒരു 1/4 കപ്പ് റൈസിന് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കുക്കറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെഷർമെൻ്റാണ് നോക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം എടുക്കുമ്പോൾ നല്ല തണുത്ത പച്ചവെള്ളം എടുക്കണം കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ ഒരു സവാളയും തക്കാളിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വഴറ്റിയാലേ. ഇനി അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളം ഒഴിക്കണ്ട, കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുക. എന്നാൽ ഒത്തിരി തിളപ്പിച്ചിട്ടുള്ള വെള്ളവും വേണ്ട, ചൂടുള്ള വെള്ളം മതി. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ആ വെള്ളത്തിൽ അത്യാവശ്യം ഇല്ലേ എന്നുള്ളത് നോക്കാം. നമ്മുടെ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൈര് നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി ഉണ്ടെങ്കിൽ ഈ നാരങ്ങ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കട്ടിയില്ല പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു നാരങ്ങയുടെ പകുതി കംപ്ലീറ്റ് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നാരങ്ങ പിഴിയേ വേണ്ട, അതല്ലെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. ഇതല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വാഷ് ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം കേട്ടോ. ബസ്മതി റൈസ് ആണെങ്കിൽ, ഇതിപ്പോൾ കൈമ റൈസാണ്, അങ്ങനെ കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് ഇത് അടിച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളം റെഡ്യൂസ് ആകുന്നതൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അരി കുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5, 6, 7 മിനിറ്റോളം മതി. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് കൂടെ 4-5 മിനിറ്റ് വരെ ഇട്ട് നോക്കാം. ഇടയ്ക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റൈസിൽ നിന്നും നമ്മൾ ആ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ നമ്മൾ മിക്സ് ചെയ്യുമ്പം റൈസ് ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് ചൂട് പോയിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പം ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഉടക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ പറ്റുകയാണെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ആ അരിയൊന്നും ഉടക്കരുത്. ചൂടോടെ ആകുമ്പം കുഴഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ ഉടഞ്ഞു പോവും. ചൂട് പോയിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ, ഒട്ടി പിടിക്കുന്ന രീതിയിലൊന്നും അല്ല. ആ ഒരു റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. മാക്സിമം ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ട് റൈസ് പിടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഫൈനലായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. അതുപോലെ വേണമെങ്കിൽ ഓപ്ഷനിലാണ്. ഇപ്പോൾ ഞാനതിലേക്ക് എന്തായാലും ഒരു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ആ ഒരു കാഷ്യൂ നട്ട് കടിക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് കാണാൻ ഭംഗിക്കും വേണ്ടിയിട്ട് വളരെ കുറച്ച് നെയ്യിലിട്ടോ. എക്സ്ട്രാ ഇനി നമ്മൾ നെയ്യൊന്നും ഇതിലേക്ക് ഓവറോൾ ഒഴിക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ചെയ്യൊന്നും വേണ്ട. പക്ഷെ ഞാൻ ജസ്റ്റ് ആ ഒരു നെയ്യിൽ നമ്മളിപ്പോൾ കാഷ്യൂ നട്ട് കിസ്മിസ് വറുത്തെടുത്ത ആ നെയ്യുണ്ടല്ലോ അത് കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട്
വറ്റി ചോറ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കുഴഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കസ്ക റൈസ്, അതല്ലെങ്കിൽ പ്ലെയിൻ ബിരിയാണി. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ, റൈസിൻ്റെ കുക്കിംഗ് ടൈമും അതുപോലെ വേവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊരു കസ്ക റൈസ് അതല്ലെങ്കിൽ ഒരു പ്ലെയിൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ. എക്സ്ട്രാ നമുക്ക് ഒരു കറിയോ അതല്ലെങ്കിൽ ഒരു നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസോ ഒന്നും തന്നെ വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു തൈര് സാലഡ് അതല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു പിക്കിൾ കിട്ടിയാലും മതി, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കാം. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.